4 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ട യാഷിക്കിന്റെ മൃതദേഹം കണ്ടെത്തി. ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മമ്പാട് വീമ്പുങ്ങൽ സ്വദേശി പനയം തൊടിക യാഷിക്കിന്റെ മൃതദേഹം കണ്ടെത്തി. 4-ാം ദിവസം അഗ്നിരക്ഷാ സേനയും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ വിപുലമായ തിരച്ചിലിനൊടുവിലാണ് എടവണ്ണ ഭാഗത്ത് നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. ഗായകൻ കൂടിയായ യുവാവിന്റെ വിയോഗവാർത്ത നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ചാലിയാർ പുഴയിൽ വെച്ച് യാഷിക്ക് ഒഴുക്കിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് പുഴയിലൂടെ കുത്തിയൊലിച്ച് ഒഴുക്കിൽ വന്ന കൂറ്റൻ മരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് യാഷിക്കും സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് യാഷിക്കിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ അനീസ്, സാജിദ് എന്നിവർ അതിസാഹസികമായി പുഴയിൽ നിന്ന് നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഒഴുകി വന്ന മരത്തിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പൂർണ്ണമായും അവശനായ യാഷിക് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് പോവുകയായിരുന്നു. നിലമ്പൂർ, തിരുവാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗം, പോലീസ്, ജനപ്രതിനിധികൾ, ട്രോമാ കെയർ വളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓടായിക്കൽ കടവ് മുതൽ കവണക്കല്ല് റെഗുലേറ്റർ വരെയുള്ള കിലോമീറ്ററുകളോളം ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത തിരച്ചിൽ നടത്തിയിരുന്നു. ആ ഭാഗങ്ങളിലും മണന്തലക്കടവിലും ഇന്നലെയും ഇന്നുമായി വ്യാപക പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് എടവണ്ണ ഭാഗത്തു നിന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി.